ഈ സമയം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് നമ്മുടെ നിയോഗ പ്രാർത്ഥന സമർപ്പിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൊന്നീശോയെ, ഈ പ്രഭാതത്തിൽ ദിവ്യബലിയോട് സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ നീ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അയോഗ്യതയോടുകൂടി അല്ലപ്പാ, യോഗ്യതയോടുകൂടി നിന്റെ ബലിപീഠത്തെ സമീപിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവനായിട്ടും അപ്പാ ഈ തിരുവോസ്തിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ടപ്പാ. പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകുന്നു നാഥാ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാത്ത വിധം ഈശോയെ വഹിക്കുവാൻ കഴിയാത്ത കുരിശുകളെ ഞങ്ങൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്നു കർത്താവേ. അപ്പോഴൊക്കെയും ആ കാൽവരിക്കുന്നിലെ തിരുക്കുരിശോട് ചാരി ജീവിക്കുവാൻ ഞങ്ങളെ എവിടെ നിന്ന് പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഈ ലോകയാത്രയിൽ ഞങ്ങൾ തളർന്നു പോകാതെ, ലക്ഷ്യം തെറ്റാതെ, ലാക്ക് നോക്കി ഓടുവാൻ തക്കവിധം ഞങ്ങളെ എവിടെ നിന്ന് ശീലിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ എവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. അപ്പാ, എളിമയോടെ നിന്റെ സന്നിധിയിലായിരിക്കുവാൻ, എളിമയോടെ അപ്പൻ്റെ മക്കളെന്ന അവകാശത്തോടെ ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പാ, ക്രിസ്ത്യാനികൾ, നീ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, വേർതിരിക്കപ്പെട്ട ജനം, വ്യത്യസ്തരാണ് നാഥാ. ഈ ലോകത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ കർത്താവേ, ഈ സമൂഹത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്ന ബോധ്യത്തിൽ ഞങ്ങളുടെ വാക്കുകളെ, ചിന്തകളെ, പ്രവൃത്തികളെ ക്രമീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നീശോയെ, അവിടുത്തെ തിരുനിണം നൽകി അവിടുന്ന് വിലക്കെടുക്കപ്പെട്ട ഞങ്ങൾ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ എളിമയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ യഥോചിതം നിറവേറ്റപ്പെടുവാൻ ഞങ്ങൾ അവിടെ നിന്ന് ഒരുക്കണമേ. അപ്പനെന്ന അവകാശത്തോടുകൂടി, അമ്മയെന്ന അവകാശത്തോടുകൂടി ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ലോക ജീവിതത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ധാരാളമായി നീ നിന്റെ പരിശുദ്ധാത്മാവിനെ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ആത്മീയ ഭക്ഷണമായി ഈശോയെ നിന്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയുമുള്ള മാലിന്യങ്ങൾ എവിടെ നിന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. മനുഷ്യൻ ബലഹീനനാണപ്പാ. ഞങ്ങളുടെ ബലഹീനതയിൽ നിന്റെ ആത്മാവ് നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവിടുന്ന് ഞങ്ങളുടെ സഹായത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സഹായകനായി ഞങ്ങൾ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ഈശോയെ, ഹൃദയവിശുദ്ധിയാണ് ഏറ്റവും പ്രധാനമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയങ്ങളെയാണ് കീറേണ്ടതെന്ന് അവിടെ അരുളി ചെയ്തുവല്ലോ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ മുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിലെ അന്ധതകളെ അകറ്റുവാൻ തക്കവിധം ഈശോയെ നിന്റെ പ്രകാശം ഞങ്ങൾക്ക് നീ അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ഈശോയാകുന്ന കണ്ണാടിയിലൂടെ നോക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാലിന്യങ്ങളെ കണ്ടറിയുവാൻ, അനുതാപത്തോടുകൂടി അപ്പൻ്റെ മുന്നിലേക്ക് കടന്നു വരുവാൻ, ഒരു കുമ്പസാരം എന്ന കുളിയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ, ഞങ്ങളുടെ മക്കളെ പറ്റിയുള്ള ആകുലതകളെ, പ്രത്യേകിച്ച് കർത്താവേ ഓരോ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങളെ എല്ലാം അപ്പൻ്റെ ബലിപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോ കുടുംബങ്ങളെയും, ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും, ഞങ്ങളുടെ ഇടവകയുടെ നിയോഗങ്ങളെയും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.